ഇതുപോലുള്ള കൂട്ടുകാരുണ്ടാവുന്നുണ്ട്. ഏതൊട്ട് സെറ്റ് വരെ അവനെ കുറിച്ച് അവർക്ക് അറിയാം. എങ്ങനെ അവനെ ചെയ്യണം, എന്ത് ചെയ്യണം, ഫോണൊന്ന് നീക്കി എടുക്കണമെങ്കിൽ അവന് ഹെൽപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു സംഭവം ഏത് നിസ്സാര കാര്യത്തിന് അവനൊന്നും എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ അവർ പോണെന്ന് ചെയ്തു കൊടുക്കും. ഒരമ്മയെക്കാളും ഞാൻ പറയണ എന്നെക്കാളും ചിലപ്പോൾ കെയർ ചെയ്യണത് അവർ അത്രയ്ക്ക് അവർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ മക്കളാണ്. എൻ്റെ ഫ്രണ്ട്സുകൾ മുഴുവൻ എൻ്റെ മക്കളാണ്. ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ കൊണ്ടുനടക്കും. കരിയർ ഫോർട്ട് ഞാൻ സമ്മതിച്ചില്ല. അത് പോണ്ട, എനിക്കൊരിക്കലും അത് പോകാനില്ല. ഇല്ലമ്മ, ഞങ്ങൾ അവിടെ എത്തിയിട്ട് കയറുമില്ല, ഞങ്ങൾ നോക്കിയിട്ട് വരും എന്ന് പറഞ്ഞിട്ട് അവിടെ പോയത്. സാധാരണ ഒരാൾ തന്നെ ഒരു 10 പ്രാവശ്യം ചിന്തിക്കുക അങ്ങോട്ട് പോകണമെങ്കിൽ. ഞാൻ അത് പണ്ട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ നമ്മ കൊണ്ടൊന്നും എന്തായാലും പറ്റില്ല എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു. അങ്ങനെ കരിയർ ഫോർട്ടിന്റെ വീഡിയോസ് ഇങ്ങനെ വരുമ്പോൾ എനിക്ക് മൈൻഡ് കയറി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് കയറാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ കയറി കഴിഞ്ഞാൽ അതൊരു ചരിത്രമായിരിക്കും. എന്തായാലും ഒരിക്കലും ഒരു വീൽ ചെയർ കളിക്കണ പേഴ്സണ് ചിന്തിക്കാൻ പറ്റാത്ത സംഭവം നമ്മളെ കാണിച്ചു കൊടുത്ത്. ട്രക്കിങ് നടന്നു പോകുമ്പോൾ 2 ഹിന്ദിക്കാർ നടന്നു വരുന്നുണ്ടായി. ആള് എന്നെ ചൂണ്ടി കാണിച്ചിട്ട് ഇന്ത്യൻ ലയൺ എന്ന് പറഞ്ഞു എന്നെയും പിള്ളേർ. അത് എൻ്റെ അച്ചീവ്മെന്റ് മാത്രമല്ല, വളർന്നു തന്നെ ഇപ്പം ഇനി വീൽ ചെയറിൽ ഈ അസുഖമായിട്ട് ജനിക്കാൻ ഒരു കുട്ടിക്കായാലും അവന് പറയാം, അമ്മ എനിക്കൊന്ന് ഇതുപോലെ ആ ചേട്ടൻ അന്ന് കയറിയ പോലെ അല്ലെങ്കിൽ ആ ചേട്ടൻ പോയ പോലെ ഇനിയും കുറെ സ്ഥലങ്ങളിൽ പോവാം എന്നൊരു വിശ്വാസം, നമ്മ ഒരു സിഗ്നേച്ചർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മതി.